വചനനിധി. നിധിയെക്കുറിച്ച് പഴയ ആളുകൾക്കറിയാം, ഇപ്പൊ പൊതുവെ കേൾക്കാറില്ല. പണ്ടൊക്കെ ഈ രാജാക്കന്മാരും ധനികന്മാരും ഒക്കെ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം അവരുടെ കയ്യിലുള്ള കോടാനക്കോടി രൂപയുടെ സ്വർണവും വെള്ളിയുമായ നാണയങ്ങൾ അവർ ഒരു മൺകുടത്തിലോ അതുപോലെ നശിക്കാത്ത പാത്രത്തിലോ ഭരണികളിലോ ആക്കി കെട്ടിയിട്ട് വലിയ ആഴത്തിൽ കുഴി കുഴിച്ച് അതിൽ വയ്ക്കും. എന്തിനാന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് ആവശ്യത്തിനുണ്ട്. ഇനി അഥവാ ഒരു പുനർജന്മം വല്ലതും കിട്ടുകയാണെങ്കിൽ മാന്തി എടുക്കാലോ. ഇങ്ങനെ പണ്ട് കാലത്ത് പലർക്കും ഭരണികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പെട്ടെന്നൊരു ബിസിനസ്സിലോ എങ്ങനെയെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടായാൽ ഒട്ടനെ നാട്ടുകാർ പറയും അവന് നിധി കിട്ടിയതാണ്. ഞാൻ ഇന്ന് വരെ നിധി കിട്ടിയ ആരെയും കണ്ടിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് അറിവില്ല. പക്ഷെ നിധിയെക്കുറിച്ച് ബൈബിളിലുണ്ട്. ഒരു മനുഷ്യൻ ഒരു വയലിൽ ഒരു നിധിയുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവൻ ആ പറമ്പിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇത് കൊടുക്കുന്നോ? അയാൾ പറഞ്ഞു കൊടുക്കുന്നില്ല, വേണേ കൊടുക്കാം. ഉടനെ അയാൾ ചോദിച്ചു, എന്താ വില? പെട്ടെന്ന് പറഞ്ഞു 10 ലക്ഷം രൂപ. അപ്പോഴേ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നാളെ തന്നെ വന്ന് ഇത് വാങ്ങും. അതിന് ഇത്ര അത്യാവശ്യം, എനിക്കൊരു അത്യാവശ്യമുണ്ട്. റെഡി ക്യാഷ് ഉണ്ടാക്കി കൊടുത്ത് തീരാധാരം ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ട്, ഈ ഭൂമിക്ക് ഇത്രയും വിലയില്ലല്ലോ, ഇവൻ എന്നെ വട്ടാണോ? അവൻ ഉടൻ തന്നെ നല്ല വിദഗ്ധരായ ജോലിക്കാരെ കൊണ്ടുവന്ന് കുഴി കുഴിച്ച് നിധി എടുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ പറയുന്നില്ലെങ്കിലും അർത്ഥം അതാണ്. ഇതെഴുതിയിരിക്കുന്നത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വാക്യം കിട്ടും. ഓക്കെ. അപ്പം നിധി കണ്ടതുകൊണ്ടാണ് അയാൾ ആ വയലിന് വില കൊടുത്തത്. ഇതുപോലെയാണ് ദൈവവചനം. ദൈവവചനം ഒരു കൊള്ളയാണ്, ഒരു നിധിയാണ് എന്ന അറിവ്, എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിലയും കൊടുത്തിത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ? പക്ഷെ എത്രയോ ആളുകൾ അതിനെ കെയർലെസ് ആയിട്ട് തള്ളിക്കളയുന്നത്. ഇന്നലെ വൈകുന്നേരത്ത് ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത്സൊക്കെ കൂടെ എൻ്റെ അടുക്ക് വന്നിട്ട് ഇച്ചിരി നേരം വചനം ധ്യാനിക്കാം അങ്കിളെ എന്ന് പറഞ്ഞു. ഞാൻ റെസ്റ്റിലാണല്ലോ, ഞാൻ ഇരുന്നുകൊണ്ട് അവർക്ക് വചനം പറഞ്ഞു കൊടുത്തു. അവർ നല്ല പാട്ടൊക്കെ പാടി, ഭയങ്കര സന്തോഷമായിരുന്നു. എപ്പോൾ അവസരം കിട്ടിയാലും ദൈവവചനം കേൾക്കാനൊരു കൊതിയുണ്ടോ? ഞാൻ 40 കൊല്ലമായി ബൈബിൾ പ്രസംഗിക്കുന്നു, ഇപ്പോഴും എനിക്ക് കേൾക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ബെഡിലായതുകൊണ്ട് മാരാമൺ കൺവെൻഷൻ്റെ ലൈവ് കാണുകയായിരുന്നു. അതിനകത്തൊരു AT സക്കറിയാച്ചൻ തുടങ്ങിയുള്ളവരുടെ നല്ല ബൈബിൾ സ്റ്റഡി ഞാൻ ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, സഭാ സമുദായമൊക്കെ പിന്നെ ചിന്തിക്കാം. വചനമാണ് വളരെ വലുത്, വിലയേറിയ വചനം. ഇന്നത്തെ വാക്യം നിങ്ങൾ കേട്ടോ, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ. അതെന്തോ സംഭവം? യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ, ഒരു ദേശത്തെ മറ്റൊരു ദേശം കീഴടക്കുമ്പോൾ, ഇതുപോലെ ആ വീട്ടുകാരും നാട്ടുകാരും ജീവനും കൊണ്ട് ഓടിയപ്പോൾ അവരുടെ നിക്ഷേപങ്ങൾ ആ വീട്ടിൽ എവിടെയൊക്കെയോ മറഞ്ഞു കിടപ്പുണ്ട്. അത് ഈ പട്ടാളക്കാരെടുക്കുകയാണ്. കൊള്ള എന്നാ അതിന് പറയുന്നത്, കൊള്ള. വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ആമേൻ. അങ്ങനെ വചനത്തെ അതിൻ്റെ പൂർണ്ണ വിലയോടെ കാണാൻ നമുക്ക് കഴിയുമോ? പറയുമ്പോൾ ഒന്നും പിടങ്ങരുത്. നമ്മളൊരു ബൈബിൾ മേടിക്കുമ്പോൾ തന്നെ 50 രൂപ കുറച്ച് തരാമെന്ന് ചോദിക്കുന്നത്. നമുക്കതിൻ്റെ വില അറിയില്ല. നമുക്ക് ഈ ബൈബിളൊക്കെ ഇങ്ങനെ വിലക്കുറവിൽ തരുന്നത് ആരൊക്കെയോ സംഭാവന കൊടുത്തിട്ടാണ്.
കച്ചവടക്കാർ ലാഭം എടുക്കുന്നുണ്ടായിരിക്കും. എങ്കിൽ പോലും വചനത്തെ അതിൻ്റെ ഉള്ള വിലയോടെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.